എപ്പോഴും ഭാര്യ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? എനിക്ക് സ്നേഹം കിട്ടണം, എനിക്ക് അതേപോലെ തന്നെ എന്ത് കിട്ടണം? കെയറിങ്ങും കിട്ടണം, അതേപോലെ പ്രൊട്ടക്ഷനും കിട്ടണം. ഈ മൂന്നും ഭാര്യമാർ ആഗ്രഹിക്കുന്ന 3 ഭാഗങ്ങളാണ്. ലവ്, കെയർ, പ്രൊട്ടക്ഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലേ? ഭാര്യമാരൊന്ന് കൈപ്പൊക്കേട്ടത് 3 ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരി, അപ്പൊ വേഗം കൈ. ആഗ്രഹിക്കണവരൊന്ന് കൈപ്പൊക്കേട്ടെ. ലവും കിട്ടണം, കെയറും കിട്ടണം, പ്രൊട്ടക്ഷനും കിട്ടണം. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, ഭാര്യമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എന്ന് പറഞ്ഞാൽ ഈ 3 ഞങ്ങൾക്ക് കിട്ടണം. വെറും സ്നേഹം മാത്രം പോരാ, കെയറിങ് വേണം. എന്താ കെയറിങ്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കരുതലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒറ്റക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി വരുന്നവരെ ചെങ്ങായി വിളിക്കണേ ഇല്ല. മനസ്സിലായോ? ഡോക്ടറെ കണ്ടോ, കിട്ടിയോ, വണ്ടി കിട്ടിയോ, ഒന്നുമില്ല. എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വൈകുന്നേരം വിളിക്കുമ്പോൾ ആശുപത്രിയിൽ പോയതോട് ചോദിക്കണില്ല, ചായ ഉണ്ടാക്കി വെച്ചോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ആശുപത്രിയിൽ പോയതിൽ അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, എന്തില്ലാത്തത് കൊണ്ടാണ്? കരുതലില്ലാത്തത് കൊണ്ടാണ്. ആ കരുതൽ ഇത് ആഗ്രഹിക്കുന്നു. മറ്റൊന്ന് അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? കംപ്ലീറ്റ് പ്രൊട്ടക്ഷനാണ്. ഉണ്ടോ അല്ലേ? എന്തെങ്കിലും പറയാത്ത പ്രൊട്ടക്ഷൻ വേണോ വേണ്ടേ? അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കണേ എന്താ? പൈസ ഉണ്ടായാൽ പിന്നെ ഞങ്ങൾക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ഒന്നും. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു തോട്ടാണ്. അതായത് സെൽഫ് സഫിഷ്യൻ്റ് ആയാൽ പിന്നെ ആരുടെയും ആവശ്യമില്ല. അത് വെറുതെ തോന്നലാട്ടോ. മാസത്തിൽ നിങ്ങൾക്ക് 50,000 1 ലക്ഷം രൂപ കിട്ടിയാൽ പോലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരാളില്ല എങ്കിൽ തളർന്നു പോകുന്നവളാണ് സ്ത്രീ. കാരണം അള്ളാഹു അങ്ങനെയാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു എവിടെയെങ്കിലും ചാരാൻ എന്ത് വേണം? ഒരു അത്താണി വേണം നിങ്ങൾക്ക്. ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് ഒരു മർക്കട മുഷ്ടിയോട് കൂടി പോകുന്നുവെങ്കിൽ പോലും മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഒരു തുരുത്ത് തേടി അലയുന്നുണ്ട് അവര്. നിർബന്ധമാണത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ആയിഷ റളിയല്ലാഹു തആലയുടെ കംപ്ലീറ്റ് സ്റ്റോറി നിങ്ങൾ എടുത്തു നോക്കിയാട്ടെ. ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ആയിട്ട് നിന്നു കൊടുക്കുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രൊട്ടക്ഷനാണ്. എത്ര വലിയ പ്രൊട്ടക്ഷൻ! വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല ശബ്ദമുയർത്തിയിട്ട് സംസാരിക്കുന്നു. ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹദീസിൽ വരുന്ന സംഭവമാണ്. ലാ തർഫഉ അസ്വാതകും എന്നാണ്. നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. ആരേക്കാൾ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ. റൗദയിൽ എഴുതി വെച്ച ആയത്ത് തന്നെയാണ്. റൗദയിൽ പോയവർക്കൊക്കെ കാണാം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആയത്ത്. ശ്വാസമയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ. ഇന്ന് നമ്മൾ പോയിട്ട് അവിടെ സലാം പറയുമ്പോൾ പോലും ആ ശബ്ദം ഉയരുതെന്ന് അതിന്റെ അർത്ഥം. ഇന്ന് നമ്മൾ പോയിട്ട് കരയുമ്പോൾ അവിടെ കരയാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. പറഞ്ഞു മനസ്സിലായി? സ്നേഹത്തിന്റെ കരച്ചിൽ കരയാം, ആരാധനയുടെ കരച്ചിൽ അവിടെ വെച്ചിട്ട് ഉണ്ടാകാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആല ഒന്ന് ശബ്ദമുയർത്തി. കാരണം 18 വയസ്സിന് താഴെയാണ് പ്രായം. ആ സമയത്ത് കണ്ടോണ്ട് വരുന്നത് ആരാ? ഈ ശബ്ദമുയർത്തുന്നത് കണ്ടോണ്ട് വരുന്നത് ആരാ? എന്താ നിങ്ങൾ പറയാത്തെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കണ്ടോണ്ട് വരുമ്പോണ്ടാകുന്ന രംഗെന്താ? തമ്മിൽ സംസാരമാണ്. ശ്വാസം ഉണ്ടാകുന്നു. ആയിഷ റളിയല്ലാഹു തആല ഉച്ചത്തിൽ സംസാരിക്കുന്നു. ഉടനെ വന്നിട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അത്ര ദേഷ്യപ്പെട്ടു. കാരണം തൻ്റെ മകളേക്കാൾ, തൻ്റെ കരളിനേക്കാൾ താൻ സ്നേഹിക്കുന്നത് ആരെയാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹിയോടാണോ നിന്റെ സംസാരം എന്ന രീതിയിൽ അടിക്കാൻ വേണ്ടി വരുന്നു. ഹദീസിൽ നമുക്ക് കാണാം. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല ഒളിച്ചു നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? എവിടെയാണ്? നിസ്വാസമിയുടെ പിന്നിൽ. ആ രംഗം ആലോചിച്ച് നോക്കിയാട്ടെ നിങ്ങൾ. ആരോടാ പ്രശ്നം? എത്ര രസമുള്ളൊരു സ്നേഹം! ആരോടാ പ്രശ്നം? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആരാ അടിക്കാൻ വേണ്ടി വരുന്നത്? ആര്? സ്വന്തം പിതാവ് അടിക്കാൻ വേണ്ടി വരുന്നു. ആ സമയത്ത് എവിടെ ഒളിച്ചിരിക്കണം? സാധാരണ വാപ്പാര് വരുമ്പോൾ നമ്മളെന്താ ചെയ്യാല്? വാപ്പാ എന്റെ പുതിയാപ്പിള കാട്ടിയ കണിയുണ്ടോ, അങ്ങനെ പറയാല്. ഇത് വാപ്പ വരുമ്പോൾ പോലും പ്രൊട്ടക്ഷൻ ആരാണ്? നിങ്ങളെന്താ പറയാത്ത? ആരാ പ്രൊട്ടക്ഷൻ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിൽ പോയിട്ട് ആ ഹദീസുകളൊന്ന് കണ്ടുനോക്കി. ബാക്കിൽ കയ്യേറ്റി നിന്നിട്ട് വാപ്പാൻ നോക്കിയിട്ട് ചിരിക്കുക. നിങ്ങൾ എത്ര വന്നിട്ടും കാര്യമില്ല, എന്നെ അടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ബിക്കോസ് റസൂൽ ഈസ് ഹിയർ. അള്ളാന്റെ റസൂലിന്റെ അവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ഓരോ ഭാര്യമാർക്കും നമ്മൾ കൊടുക്കേണ്ടുന്ന പ്രൊട്ടക്ഷനാണ്. എന്താ ഇത് എന്ന് പറഞ്ഞാൽ, അവളുടെ പിതാവ് നമ്മളും അവളും നമ്മളുടെ വിഷയത്തിൽ അവളുടെ പിതാവ് അടിക്കാൻ വന്നാൽ പോലും പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് നമ്മളാണ്. അടിക്കരുതെന്ന് പറയാൻ, പാവമാണെന്ന് പറയാൻ, നമ്മളോട് പ്രശ്നമുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ തിരിച്ച് പുരുഷൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ട്. അത് കംപ്ലീറ്റ് സപ്പോർട്ടാണ്. ഒരു പക്ഷേ നിങ്ങൾ കേട്ട മേട്ടറാകാം, പക്ഷെ ഇത് മാറ്റാൻ പറ്റില്ല നമുക്ക്.
ആനുണ്ടോ? ളുഹറിന് 4 റക്അത്ത് എന്നാണ് 4 റക്അത്ത്, വേറെ പ്രസംഗത്തിൽ 3 എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ആണുങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? കംപ്ലീറ്റ് സപ്പോർട്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയായിരിക്കണം. എന്ത് വിഷയം വന്നാലും. ഇപ്പൊ എന്റെ ഫോണിലേക്കൊക്കെ എത്രയോ പെണ്ണുങ്ങൾ വിളിക്കാറുണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയുന്നു, എന്റെ ഭാര്യയ്ക്കെങ്ങാനും സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ കഥ. കാരണം ഓരോ ആളുകൾ ഇപ്പൊ ഇവിടെ ഞാൻ ഖത്തറിൽ വന്നതിന് ശേഷം ഇഷ്ടം പോലെ മെസ്സേജസ് ആണ്. സാറെന്നാ വരിക, എന്നാണ് എന്റെ കുട്ടിക്ക് അങ്ങനെ, മറ്റവർക്ക് എങ്ങനെ, ഇവർക്ക് എങ്ങനെ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സപ്പോർട്ടീവായി നിൽക്കണ്ടേ? ഒരു വ്യക്തിയെ അനലൈസ് ചെയ്തിട്ട് വേണം സപ്പോർട്ട് ചെയ്യാൻ. പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങേ ഉള്ളൂ, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ലൈഫിൽ ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല നമുക്ക്. അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്. എന്താണ് ഞാൻ കുറച്ചൊരു സൈക്കോളജി പറഞ്ഞോട്ടെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ആണ്. അണ്ടർസ്റ്റാൻഡിങ്ങിന് എന്താണ് വേണ്ടത്? ഓരോ വ്യക്തിയുടെ തലങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുട്ടികളുടെ തലങ്ങൾ, ഞാൻ പാരന്റിങ് നേരത്തെ എടുത്തതുകൊണ്ട് അതിലേക്ക് പോകാത്തത്. പക്ഷെ ഈ പാരന്റ്സ് തകരുന്നത്, കുട്ടികൾ തകരുന്നത് നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. കുട്ടികളുടെ ബോണ്ടിങ് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബോണ്ടിങ്ങിൽ ഒരു കുട്ടി ക്രിയാത്മകമായി മാറുന്ന 5 ഏരിയകളുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയും, ഹവാർഡിന്റെ 10,000-ലേറെ കുട്ടികളെ പരീക്ഷിച്ചിട്ടുള്ള തിയറി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എന്ന് വെച്ചാൽ 2 പാരന്റ്സ് തമ്മിൽ വളരെ മർക്കടമുഷ്ടിയോട് കൂടിയിട്ട് ഒരു കുട്ടിയിൽ എക്സ്പെക്ട് ചെയ്തിട്ട് അവനെ പഠിപ്പിച്ച് വീണ്ടും ട്യൂഷൻ കൊടുത്ത് പഠിപ്പിച്ചാൽ അവൻ ഉണ്ടാകുന്നത് മാർക്കായിരിക്കും. മാർക്ക് ഉണ്ടാവും നന്നായിട്ട്, വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്നാൽ സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞാൽ മാർക്കല്ല. ഒരു കുട്ടി സ്മാർട്ട് ആവുക എന്ന് പറഞ്ഞാൽ അത് മാർക്കല്ല. എത്രയോ മാർക്കുള്ള കുട്ടികൾ എന്താ പറയാത്തത്? സ്മാർട്ടല്ല. കാരണം സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ സ്മാർട്ടാകണം, അല്ലെങ്കിൽ സ്മാർട്ടാകാൻ അനുവദിക്കണം. രണ്ടാമതൊന്നും വേണം. ഒന്നുകിൽ മാതാപിതാക്കൾ സ്മാർട്ട് ആകണം, അല്ലെങ്കിൽ അവനെ സ്മാർട്ടാകാൻ അനുവദിക്കണം. എന്താ സ്മാർട്ട്? ആളുടെ കൂട്ടത്തിൽ പോയിട്ട് ഹായ് എന്തൊക്കെയാണ് സുഗന്ധനേക്ക് അമ്മ വിളിച്ചിട്ട് പറയാം, ജല്ലേരും ഇങ്ങനെ പോയിട്ട് സലാം കൊടുക്കണം, ഉണ്ടാതൊരു പാത്രന്നൂടെ. അങ്ങനെ അവനെ അനുവദിക്കാതെ വെറും മാർക്ക് തന്നെ കൊണ്ടുപോവല്ലേ. അവൻ സ്മാർട്ടാകണം. മാർക്കിനേക്കാൾ പ്രധാനം സ്മാർട്ട്നെസ് ആണ്. ഈ സ്മാർട്ടായ കുട്ടികളിൽ പല ആൾക്കാരും ഇന്റലിജന്റ് അല്ല. സ്മാർട്ടായിട്ട് നടക്കുന്ന കുറെ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ പക്ഷെ അക്കാഡമിക്കൽ ഇന്റലിജന്റ് അല്ല. കാരണം നിങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ, എന്റെ കുട്ടി എല്ലാവരോടും ഭയങ്കര സ്മാർട്ടാണ്, പക്ഷെ സാറേ പഠിത്തത്തിൽ ബാക്കറാണ്. കാരണം എന്താണ്? അവൻ ഇന്റലിജന്റ് അല്ല. അപ്പൊ ഒരു കുട്ടിയെ ഇന്റലിജന്റ് ആക്കണോ, സ്മാർട്ട് ആക്കണോ, മാർക്കുള്ളവനാക്കണോ? നിങ്ങൾ തീരുമാനിക്കുക. നമ്മുടെ പെരുമാറ്റത്തിനനുസരിച്ചാണ് ഒരു കുട്ടിക്ക് മാർക്ക് കൂടുന്നതും അവൻ സ്മാർട്ട് ആകുന്നതും അവൻ ഇന്റലിജന്റ് ആകും. ഇനി ഇതിന്റെ അപ്പുറത്തൊന്നും കൂടിയുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അത് ജീനിയസ് ആണ്. ഒരു കുട്ടി ജീനിയസ് ആവുക എന്ന് പറഞ്ഞാൽ വേറെയാണ്. അത് വെറും ഒരു ഇന്റലിജന്റ് അല്ല. ജീനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേ തലയിലേക്ക് തന്റെ ബുദ്ധിയെ കൊണ്ടുപോയവനാണ്. ഏത് എക്സാമിനേഷൻ ആയാലും, ഏതാളുകളോടായാലും, എന്ത് സദസ്സിനോടായാലും ഒരേപോലെ വർത്തിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പോകുന്ന ജീനിയസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. അതിന് നിങ്ങൾ എങ്ങനെ പഠനനിലം ഒരുക്കി കൊടുക്കുന്നുവോ, നിങ്ങളുടെ ബോണ്ടിങ് എങ്ങനെയാണോ, അതിനനുസരിച്ച് ആ കുട്ടി ജീനിയസ് ആവുക. ജീനിയസ് ആകണമെങ്കിൽ കുട്ടി ചെറുപ്പത്തിലെ എന്ത് ചെയ്യണം? കുട്ടികൾ ഓരോരോ പെഡഗോഗിയും അവർ ഫിനിഷ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സിമ്പിൾ, അവസാനത്തെ ഭാഗമാണ് സിമ്പിൾ, 5ാമത്തത്. സിമ്പിളായ ഒരു മോനാവുക എന്ന് പറഞ്ഞാൽ അവൻ നല്ല ബുദ്ധിശാലിയാവും, നല്ല മാർക്ക് ഉണ്ടാവും, നല്ല രസമായിരിക്കും, സ്മാർട്ടായിരിക്കും, ജീനിയസ് ആയിരിക്കും, അതോടൊപ്പം വളരെ സിമ്പിൾ ആയിരിക്കും. അവൻ പ്രസംഗിക്കാൻ വേണ്ടി വന്നാൽ അങ്ങനെ ടിപ്പിലല്ല വരിക. ചിലപ്പോൾ കൈയൊക്കെ മടക്കി വെച്ച് ചിലപ്പോൾ മുടിയൊന്നും ചേർക്ക് വാർന്നിട്ടൊന്നുണ്ടാവില്ല. അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് നിന്നിട്ട് പ്രസംഗിക്കും. അത് സിമ്പിൾ എന്ന് പറയുന്നതിലേക്ക് എത്തണമെങ്കിലും നിങ്ങൾ സിമ്പിൾ ആകണം. അപ്പൊ നമ്മുടെ ബോണ്ടിങ് ഈ നിങ്ങൾ കുട്ടിയെ ഒരുപാട് ടോപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഏത് വിധാനത്തിൽ എത്തണമെന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ബോണ്ടിങ് ആണ്. അതിന്റെ വഴികൾ പറയാം. ഇനി സാറേ ഇതിന്റെ വഴികളൊന്നും പറയുന്നതല്ല. ഒന്നാമത്തത്, ഏത് സമയത്തും ഫുഡ് കഴിക്കുകയാണെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ കഴിക്കാവൂ. കാരണം ഫുഡ് ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുട്ടിക്ക് 20 വയസ്സായാലും കുഴപ്പമില്ല, ആ കുട്ടിയുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കൽ നിർബന്ധമാണ്. ഇപ്പൊ ഈ ക്യാമറ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ് കുറിച്ച് പറയുന്നത്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അനുഗ്രഹിക്കട്ടെ, എൻ്റെ മക്കള് ഇപ്പൊ 3 പേരുണ്ട്. 2 UK പഠിക്കുകയാണ്. അപ്പൊ ഈ 3 എനിക്ക് എൻ്റെ വൈഫിന് മുത്തം തന്നിട്ട് അപ്പുറത്ത് റൂമിൽ പോയി കിടന്നുറങ്ങാറുള്ളൂ. അതിൽ ഒരാൾക്ക് 19 വയസ്സായി, ഒരാൾക്ക് 16 വയസ്സായി, ഒരാൾക്ക് 13ാമത്തെ വയസ്സാണ്.
ഡെയിലി റൂട്ടീനാണ്. അത് നമ്മൾ നിർബന്ധം പറഞ്ഞൊന്നുമല്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പിതാവാന്ന് പിന്നെ എന്താ പറയാ, ഭയങ്കര ഇത് പറയല്ല. പക്ഷെ നമ്മുടെ പിതാക്കന്മാർ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഉമ്മനിപ്പോൾ കുറച്ച് മർക്കട മുഷ്ടിയായാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഉമ്മൻ്റെ കൺട്രോളിൽ പോയ ആൾക്കാർ നല്ല കുട്ടികളായിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാപ്പ എത്ര വലിയ കൺട്രോൾ ഉണ്ടാക്കിയാലും കുട്ടികളായെടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉമ്മ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഭയങ്കര സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്. നല്ല സ്നേഹമായിരുന്നു. ഏതിലായിരുന്നു സ്ട്രോങ്? കുറേ അടി ചീത്ത എന്നുള്ളതല്ല, ടൈമിങ്. പടച്ചോനെ ഈ മഗ്‌രിബ് കൊടുത്ത യശ വരെ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ടൈമുണ്ട്. അതിൻ്റെ ഇടയിൽ സൂറത്ത് യാസീൻ ഓതണം, സൂറത്ത് പിന്നെ റഹ്മാൻ ഓതണം, സൂറത്ത് മുൽക്ക് ഓതണം, സൂറത്ത് പിന്നെ എന്താ പറയുക പിന്നെ റഹ്മാൻ ഓതണം, അതേപോലെ തന്നെ അപ്പുറത്തുള്ള ഇതൊക്കെ ഓതണം. അപ്പോഴേക്ക് ഏകദേശം നമുക്ക് എന്താവും, പഠിക്കാനുള്ളതൊക്കെ തലയിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇത്ര നിർബന്ധം പിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അതൊരു റൂട്ടീനായിരുന്നു. എനിക്ക് ഈ സൂറത്തുൽ വാഖിയയും ഈ സൂറത്തുൽ റഹ്മാനും സൂറത്ത് യാസീനും സൂറത്ത് മുൽക്കും ഒക്കെ ബൈഹാർട്ട് പഠിച്ചത് മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടല്ല, ഉമ്മ ഡെയിലി ഓതിപ്പിച്ചതുകൊണ്ടാണ്. അതൊരു റൂട്ടീനാണ്. നമ്മളെ വീട്ടിൽ നഷ്ടപ്പെട്ടത് റൂട്ടീനാണ്. ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. കുട്ടികളെ എപ്പോഴാണ് എണീക്കേണ്ടത് എന്നൊരു റൂട്ടീനില്ല, എപ്പോഴാണ് ഉറങ്ങേണ്ടത് എന്നൊരു റൂട്ടീനില്ല, എപ്പോഴാണ് ഫുഡ് കഴിക്കേണ്ടത് എന്നൊരു റൂട്ടീനില്ല. സാറേ ഞങ്ങൾ ഖത്തറിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കല്ലേ, എന്നാലും ഇവിടെ അതിൻ്റെതായ റൂട്ടീൻ ഉണ്ടാവില്ലേ? അപ്പോൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എന്നതും ഫുഡിന്റെ കാര്യത്തിൽ കുട്ടികൾ പറയുന്നത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. കുട്ടികൾ ഇന്ന് രാവിലെ വന്ന് പറയും ഇന്നും പുട്ടന്നെ ചോദിക്കലില്ലേ, ഇന്നും ദോശ തന്നെ. നമുക്ക് എളുപ്പമുള്ളത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്, മനസ്സിലായോ? നമുക്ക് എളുപ്പമുള്ളത് എന്താണോ അത്. നേരെ പക്ഷേ കുട്ടികളുടെ ടേസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് ഇടയ്ക്കൊന്ന് മേലും മാറ്റണം. നമുക്ക് കുറച്ച് ഇടങ്ങളുണ്ടെങ്കിലും വീക്ക്ലി വൺസ്, ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെയും കൊണ്ട്. പിന്നെ ഗൾഫുകാരോട് പറഞ്ഞെടുക്കേണ്ട കാര്യമില്ല, എന്തായാലും പുറത്തു പോകണം. അത് MGMന്റെ പ്രോഗ്രാം ഉണ്ടായാലും വേണ്ടില്ല, KMCCന്റെ പരിപാടി ഉണ്ടായാലും വേണ്ടില്ല, എന്തുണ്ടായാലും വേണ്ടില്ല. എനിക്ക് പറയാൻ നിങ്ങൾ അനുവാദം തരുമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ച ഞാൻ പ്രോഗ്രാമിന് പോകും നാട്ടിൽ, 1 ആഴ്ച ഞാൻ ദുബായിൽ പോകും നാട്ടിൽ, പ്രോഗ്രാമിന്. അത് കഴിഞ്ഞാൽ 1 ആഴ്ച ബാക്കിയുണ്ട്. ആ സാറ്റർഡേ സൺഡേ, ആ മന്തിലുള്ള സാറ്റർഡേ സൺഡേ ഞാൻ ഒരു പ്രോഗ്രാമിനും കൊടുക്കാറില്ല. എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ യാത്ര പോരാം, എത്ര തിരക്കുണ്ടെങ്കിലും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെയും കൊണ്ട് ഔട്ടിങ്ങിന് പോകൽ ബോണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് അവർ പറയുന്നിടത്തേക്ക് പോകണം, അല്ലാതെ നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് അവരെ കൊണ്ടുപോകലല്ല. അവർ പറഞ്ഞത് ചിലപ്പോൾ സിനിമ ഹാൾക്കാണെങ്കിൽ നമുക്ക് പോകാനൊന്നും പറ്റില്ല. അതല്ലാതെ ഹലാലായ രീതിയിൽ അവരെവിടെ പറഞ്ഞുവോ അവിടെ പോകണം. ചിലപ്പോൾ കടലിൽ പോയി കുളിക്കാൻ പറയും. എൻ്റെ കുട്ടികൾ കടലിൽ പോയി കുളിക്കാൻ പറയും. അപ്പോൾ കടലിൽ പോയി കുളിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കടലിൽ എങ്ങനെ കുളിച്ചേ പറ്റൂ. കാരണം കടലിൽ കുളിച്ച് വിചാരിച്ചിട്ടൊന്നും വരാൻ പോകണമെന്നില്ല. ഒഴിഞ്ഞ സ്ഥലത്ത് പോയാൽ മതി, ഉമ്മയും കൂടി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാപ്പി ചെറിയ കുട്ടികളെയും കൂടി കുളിച്ചാൽ മതി. അപ്പൊ ചുരുക്കത്തിൽ അങ്ങനെ കുട്ടികളെയും കൊണ്ട് ആഴ്ചയിൽ 1 ദിവസം പുറത്തേക്ക് പോകുന്ന ഒരു ബോണ്ടിങ്. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, മൊബൈൽ, അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉപയോഗിക്കരുത് എന്നത് നിർബന്ധമായി പറയാതെ അതൊരു പാക്ട് ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഖൊഡ് കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെല്ലാവരും കൂടി ഈ ഫുട്ബോളൊക്കെ നടക്കണമായി ഇങ്ങനെ കൈയ്യരണം. അങ്ങനെ അനുവാദം വാങ്ങിക്കണം. ഫുഡ് കഴിക്കുന്ന സമയത്ത് കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കരുത് എന്ന്, ഈ ഡിവൈസ് തീരെ ഉപയോഗിക്കരുത് എന്ന് വെക്കരുത്. കാരണം ഇനിയുള്ള കാലത്ത് ഈ ഡിവൈസ് ഉണ്ടാകൂ. നോട്ട്ബുക്കും പേനയും ഒക്കെ പോവാണ്. ഏകദേശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്ലാസ്സിലും എല്ലാവർക്കും എന്താ ചെയ്യേണ്ടി വരും, ഈ ടാബും സാധനങ്ങളൊക്കെ ഇപ്പൊ തന്നെ പലയിടത്തും ആയി. ഇപ്പൊ ഡിവൈസ് കൊണ്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഡിവൈസ് മാറ്റി വെക്കണം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഡിവൈസിനെ എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന് പറയണം. അപ്പൊ എന്താ ചെയ്യണ്ടേ, കുട്ടികൾ ഏത് ഗെയിം കളിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ബോണ്ടിങ്ങിന്റെ ഭാഗം പറയുന്നത് ആ ഗെയിമിൽ നമ്മളും പങ്കാളിയാകണം. ഞാൻ പാരന്റ്സിനോട് എപ്പോഴും പറഞ്ഞു, കാരണം നമുക്ക് ഇവർ കളിക്കുന്ന ഗെയിം എന്താണെന്നേ അറിയുന്നില്ല. പകരം നമ്മൾ ഈ ഗെയിമിൽ എന്താകണം, പങ്കാളികളാകണം, പോസിറ്റീവ് ഗെയിമിൽ. അപ്പൊ ഉമ്മ ഇരുന്ന് കളിക്കുന്നു, ഉമ്മ പലപ്പോഴും തോൽക്കും, കുട്ടികൾ കളിയാക്കി എന്നൊക്കെ വരും, എന്നാലും ഉമ്മ ഇരുന്ന് കളിച്ചു കൊടുക്കന്നെ. വാപ്പ തോറ്റുകൊണ്ടേയിരിക്കും, കാരണം പുതിയ ഗെയിം. നമുക്ക് ആ പഴയ മാരിയോ കളി അറിയുള്ളൂ. ഓർമ്മ ഉണ്ടല്ലേ, പണ്ട് കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്ന മാരിയോ, അതേ നമുക്കറിയുള്ളൂ. നമുക്ക് പുതിയ റോമിയോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കുട്ടികൾ ഇരുന്ന് കളി, കുട്ടികൾ ജയിക്കട്ടെ, വാപ്പ പലപ്പോഴും തോൽക്കട്ടെ. അങ്ങനെ കുട്ടികളെ ജയിപ്പിച്ച് ബോണ്ടിങ് ഉണ്ടാക്കുക. നിങ്ങൾ ഒന്നിച്ചിരുന്ന് കളിക്ക്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും, MGMന്റെ ഈ സംഘത്തോട് പറയുന്നു, ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ദീനിയായ ഒരു കൂട്ടം വീട്ടിൽ നിങ്ങൾ കൂടും. പ്രോഗ്രാമിന് മാത്രം കൊണ്ടുപോയാൽ പോരാ. എന്നിട്ട് അന്നത്തെ ഖുർആന്റെ ആപ്തവാക്യങ്ങളെ പറയേണ്ടത് നമ്മളൊരു മോനായിരിക്കണം. പിറ്റത്തെ ആഴ്ചയിൽ പറയേണ്ടത് നമ്മുടെ വേറൊരു മോളായിരിക്കണം. അത് ഈ ആഴ്ചയിൽ അടുത്ത ആഴ്ച നിന്റേതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രഖ്യാപിക്കണം. അപ്പൊ കുട്ടി റെഫർ ചെയ്യും,
ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി ഇന്റലക്ച്വലി പോകണമെങ്കിൽ ഇതേപോലെ PPT ഉണ്ടാക്കണം. എന്നിട്ട് സ്ക്രീനിൽ സാധാരണ ഒരു ടിവിയോ മറ്റോ വീട്ടിലുണ്ടെങ്കിൽ അതിൽ പ്രദർശിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കണം. പുതിയ പുതിയ റിസർച്ചസ് കണ്ടെത്തിയിട്ട് നമ്മളോട് ആഴ്ചയിൽ സംസാരിക്കുന്ന നമ്മുടെ കുട്ടികൾ ഉണ്ടാകണം. ഇങ്ങനെ അവരുടെ പ്രസന്റേഷൻ, അവരുടെ ഗെയിം, അവരുടേതായ കാര്യങ്ങൾ. മറ്റൊന്ന് ഫിസിക്കൽ ഗെയിം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതിനൊക്കെ സമയം എവിടെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കണം. ഒരു ദിവസമെങ്കിലും നമുക്ക് കുട്ടികളെയും കൊണ്ട് ടർഫിൽ പോയി കളിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ മാസത്തിൽ 2 തവണയെങ്കിലും ടർഫിലൊന്ന് പോവാ. നമ്മൾ നിന്നോട്ടൊന്ന് കളിച്ചാൽ മതി, അല്ലെങ്കിൽ ലെഗ്മെന്റ് പ്രോബ്ലം വരും. പക്ഷെ കുട്ടികൾ ഓടി കളിക്കുന്ന സമയത്ത് നമ്മളൊരു ഭാഗത്തുണ്ടായിരിക്കണം. ഫിസിക്കൽ ഗെയിമിൽ ഉമ്മയും പങ്കാളിയാകണം. നിങ്ങളെ വീട്ടിൻ്റെ അകത്ത് ചെറിയൊരു മുറ്റം ഉണ്ടെങ്കിൽ അവിടെ ഷട്ടിൽ ബാറ്റ് കളിക്കുന്നത് കാണാൻ ആരും ഇല്ലെങ്കിൽ, ഇവിടെ ഖത്തറിലൊക്കെ പ്രത്യേകിച്ചും വലിയ വലിയ മതിൽക്കെട്ടുകളായിരിക്കും, അവിടെ നിങ്ങളും മക്കളും കൂടി എന്ത് ചെയ്യണം? ബാഡ്മിന്റൺ കളിക്കണം. അങ്ങനെ കളിക്കുന്ന ഉമ്മമാരോട് വലിയ സ്നേഹമാണ് ആർക്ക്? മക്കൾക്ക്. ഇത് നമ്മൾ എന്നിങ്ങനെ ഉപദേശം കെട്ടുകൊണ്ടിട്ട് ഇറങ്ങുകയാണ്. നമുക്ക് ആകെ എന്തേ അറിയുള്ളൂ? കളിയാക്കല്ല കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കുക, കഴിപ്പിക്കുക, ഉപദേശിക്കുക. ഈ ഉപദേശിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അവരോട് കോപ്പ് ചെയ്ത് നിൽക്കണം. എന്തുകൊണ്ടാണ് കൂട്ടുകാരുടെ ഉപദേശം നമ്മൾ കേൾക്കുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ പറ. ആദ്യം നമ്മൾ അവരോട് അലൈൻഡ് ആയിട്ട് നിന്നിട്ടല്ലേ. അലൈൻഡ് ആകാത്ത ഒരാളുടെയും ഉപദേശം ആരും കേൾക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇതൊരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സംഘമാണ്. ഞാൻ ഇതിനോട് തീരെ യോജിച്ചു പോകാത്ത ഒരാളാണെന്ന് വിചാരിക്കും നിങ്ങൾ. എന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരാളാണെങ്കിൽ ഞാൻ വരുന്നത് സഹിക്കുമോ? നിങ്ങൾ എന്നെ വിളിക്കുമോ? വിളിക്കൂലല്ലോ. അലൈൻഡ് ആകാത്ത ഒരാൾ ആരും വിളിക്കൂല. അലൈൻഡ് ആകാത്ത ഒരു പാരന്റിന്റെ കൂടെ ആരും നടക്കൂല. പിന്നെ നമ്മൾ ഉപദേശിക്കും, പക്ഷെ ആക്ഷനിൽ ഉണ്ടാവുകയുമില്ല. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്, കൈയൊന്ന് ഇങ്ങനെ ആക്കിയാട്ടെ, ഒന്ന് സ്ട്രോങ്ങിലാക്കിക്കോ, ഒന്ന് ആക്കടോ, ഒന്ന് സ്ട്രോങ്ങിലാക്കില്ല, ഒന്ന് സ്ട്രോങ്ങിൽ പെട്ടെന്ന് ഒന്ന് സ്ട്രോങ്ങിലാക്കി ഇങ്ങനെ കൈ പെട്ടെന്ന് താടിയെ കൈ വെച്ചാട്ടെ. ഇതാണോ താടി? ഇതെന്നെ കഥ. മനസ്സിലായോ? ഞാനിങ്ങനെ ആക്കിയിട്ട് താടി വെക്കാനാ. എന്തായാലും ഖത്തറിലെത്തുമ്പോൾ നെറ്റിയല്ലല്ലോ താടി. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാ 90% ആൾക്കാർ ഇവിടെ വെച്ചത്? എന്തുകൊണ്ടാ? എന്നെ പോലെ താടി നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടല്ല. പകരം താടി പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ചത് തന്നെ ഇവിടെയാണ്. നമ്മൾ ഉപദേശിക്കുക കുട്ടികളോട്. മൊബൈലെങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ. എന്നാലും നമ്മൾ ഫുള്ള് വാട്സാപ്പിലും, നമ്മൾ ഫുള്ള് പിന്നെ സോഷ്യൽ മീഡിയയിൽ. എന്നിട്ട് കുട്ടികളോട് ഇരുന്ന് പഠിക്കാൻ പറയാ. കുട്ടികളിരുന്ന് പഠിക്കുമ്പോൾ അവരോടുള്ള ബോണ്ടിങ് ആണെന്ത്? തലയിൽ വന്ന് തലോടല്, ചായ വേണമെന്ന് ചോദിക്കല്, ഉമ്മ മൊബൈൽ നോക്കാതിരിക്കല്. കുട്ടികൾ പഠിക്കുന്ന 2 മണിക്കൂർ ഉമ്മ മൊബൈൽ തൊടാൻ പാടില്ല. വാപ്പാരെ പരിപാടി എന്താ? റൂം അടച്ചിട്ട് അവിടെ പോയി ഇരിക്കുക, എന്നിട്ട് ഫുള്ള് യൂട്യൂബ് കാണാം. വാപ്പ യൂട്യൂബ് കാണാണെന്ന് കുട്ടികൾ ഏതിലൂടെ കൊളാബിലൂടെ മനസ്സിലാക്കണ്ടാവും. കുട്ടികൾക്ക് കുറേ കൊളാബുണ്ട് കേട്ടോ, നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. എന്നാലും ഞാനൊരു പയ്യനെ പിന്നെ ഇത് ചെയ്തു, കൗൺസിലിംഗ് ചെയ്തപ്പോൾ ഭയങ്കര പ്രശ്നമുള്ള മോനാണ്. അപ്പോൾ വാപ്പ ആകെ ചൂടായി കണ്ട് നിൽക്കുകയാണ്. അപ്പം എന്താ സംഭവം? മകന് പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ട് വാപ്പാക്ക് ഒരു ഫോട്ടോ, മനസ്സിലായോ? പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ട് ഹായ് എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ. വാപ്പത് ആരോ ആണെന്ന് വിചാരിച്ച് ഇങ്ങോട്ടും ഹായ്, അങ്ങോട്ടും ഹായ്, പിന്നെ ഹായ് ഹായ് ഹോയ് ഹോയ് ഇങ്ങനെയാണ് പോയതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവനൊരു പ്രണയമുണ്ട് ഈ ആൺകുട്ടിക്ക്. ഒന്ന് കേൾക്കണം ശരിക്കും. ഈ പ്രണയത്തിന് വാപ്പ സമ്മതിക്കുന്നില്ല. വലിയ പ്രശ്നം അതാണ്. വാപ്പ സമ്മതിക്കൂല. കാരണം അത് ബാർബർ ഫാമിലി എന്നൊന്നും പറഞ്ഞാൽ അത്ര മോശം ഫാമിലി ഒന്നുമല്ല. പക്ഷെ ബെർബറേറിയൻ ഫാമിലി ആയതുകൊണ്ടാണ് വാപ്പ സമ്മതിക്കാത്തത്. അപ്പൊ ഇവൻ വാപ്പാൻ ഒപ്പിച്ചതാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഫോട്ടോ അയച്ചു കൊടുത്ത്, മൂപ്പർ എന്തോ ഇങ്ങോട്ടും അയച്ചു കൊടുത്തത്. ചുരുക്കി പറഞ്ഞാൽ എന്തായി? ഈ മകൻ പിന്നെ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് പറയാണ് എന്ത്? ഞാൻ ഇതിനെ തന്നെ കെട്ടുള്ളൂ കേട്ടാന്ന്. വാപ്പാർ ഞാനോട് പറഞ്ഞത് കെട്ടൂലാന്ന്. ഞാൻ ഇതൊക്കെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നു. സമ്മതിക്കേണ്ടി വന്നു. കൊളാബ്. എന്താണ് പല രീതിയിലുള്ള കൊളാബുണ്ട്. ആകെ കൊളാബുണ്ട്. നമുക്ക് വാപ്പാർക്ക് മനസ്സിലാകാത്ത ടെക്നോളജി ഉണ്ട്. കുട്ടികൾ അതിലാണ്, ആ ലോകത്തിലാണ്. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ് നമ്മുടെ കുട്ടികളിലേക്ക് നടത്ത്. ആ കുട്ടികളുടെ ഐക്യത്തോടു കൂടി ആകണമെങ്കിൽ നമ്മൾ തമ്മിൽ ഉണ്ടാക്കേണ്ടത്, ഒന്നും കൂടി പറയാം, വിശുദ്ധ ഖുർആൻ പറയുന്ന മവദ്ദത്ത്, പരസ്പരം പ്രണയമാണ്. ആ പ്രണയത്തിൽ എഴുത്തുണ്ട്, ആ പ്രണയത്തിൽ മെസ്സേജസ് ഉണ്ട്. നമ്മൾ നമ്മുടെ ഭാര്യക്ക് എന്തൊക്കെ മോളെ സുഖം തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെയുള്ള രസകരമായ പ്രണയലേഖനം ഇനിയും നമുക്ക് എഴുതാം. നമ്മുടെ ഭാര്യക്ക് തിരിച്ചെഴുതാം. നമ്മുടെ ഭർത്താവിന് അങ്ങോട്ടും ഇങ്ങോട്ടും രസകരമായ വരികളാകാം. അതേപോലെ തന്നെ ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും ഒരു മെസ്സേജസ് കണ്ടാൽ നിങ്ങളത് കണ്ടുവോ എന്ന് ചോദിക്കുന്ന പരസ്പരമുള്ള സ്നേഹമാകാം.
ഭർത്താവിന്റെ വഴക്ക് പറച്ചിൽ, ഭാര്യയുടെ വഴക്ക് പറച്ചിൽ പോലും നമുക്ക് വല്ലാത്ത രസകരമായ ഒരു ലോകത്തിലേക്ക് കൊണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല. പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നെഗറ്റീവിസം ഇല്ല. പ്രണയമാണ് മുന്നിൽ വെക്കുന്നതെങ്കിൽ എന്ത് വിഷയം വന്നാലും ആ പ്രണയം തുടർന്നുകൊണ്ടേയിരിക്കും. മറ്റൊന്നുണ്ടാകേണ്ടത് മഹബത്ത് കഴിഞ്ഞാൽ റഹ്മയാണ്, കാരുണ്യമാണ്. ആ കാരുണ്യം നമ്മുടെ ഭാര്യയോട്, ഭർത്താവിനോട് നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. മറ്റൊന്ന് റെസ്പെക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഏത് ഇഹ്തിറാം, റെസ്പെക്ട്. മക്കളുടെ മുമ്പിൽ ഭാര്യനെ ഇകഴ്ത്തി സംസാരിക്കരുത്, ഒരിക്കലും പാടില്ലാത്തതാണ്. ഉമ്മയുടെ മുമ്പിൽ മക്കളെ ഇകഴ്ത്തി സംസാരിക്കരുത്, പ്രത്യേകിച്ച് ഉപ്പയുടെ മുമ്പിൽ. ഇവിടെ അധ്യാപകരായ എത്ര പേരുടെ പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്? കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവില്ല അധ്യാപകർ. ഞാനൊരു അധ്യാപകനാണ്, കുറേ വർഷങ്ങളായി. ഇപ്പം ഡയറക്റ്റ് പഠിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഒരിക്കലും ചെയ്യാത്ത പാതകം, പാടില്ലാത്ത പാതകം എന്താണെന്നറിയോ? നമ്മളെ ഒരു വിദ്യാർത്ഥിയെയും അവൻ്റെ ഉപ്പയുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയരുത്. ഒരു വിദ്യാർത്ഥിയോടും അവൻ്റെ ഉപ്പയെ പറ്റി നെഗറ്റീവ് പറയരുത്. ഈ ലോകത്തിലെ എന്നത്തെയും ഹീറോ അവനവൻ്റെ പിതാവാണ്. അതുകൊണ്ട് റെസ്പെക്ട്ഫുള്ളി സംസാരിക്കാവൂ, നല്ല രീതിയിൽ സംസാരിക്കാവൂ, പരസ്പരം സ്നേഹത്തോടു കൂടിയേ സംസാരിക്കാവൂ. ഇനി നമ്മുടെ കുട്ടികൾ ടെക്നോളജിയിൽ കൂടുതൽ അഭിരമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പണി എന്താണ്? അവർ കളിക്കുന്ന കളി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന പണി എന്താണ്? അവർ ഏതിലാണോ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരണം, നെഗറ്റീവിസത്തിൽ നിന്നും. അതിനുള്ള ട്രിക്ക് നമുക്ക് അറിഞ്ഞേ പറ്റൂ. കുട്ടികളുടെ ബോണ്ടിങ് അതാണ്. കുട്ടികൾ എപ്പോഴും നമ്മുടെ കൂടെയാണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പെഷ്യൽ ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള പണി എന്താണെന്നറിയോ? നിങ്ങൾ ഒരു തവണയെങ്കിലും കുട്ടിയെ എവിടെ കൊണ്ടുപോകണം? തൊട്ടിലിൽ കൊണ്ടുപോകണം. കളിത്തൊട്ടിൽ, അമ്മത്തൊട്ടിൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. അഥവാ കുട്ടികളെ, അമ്മമാരില്ലാത്ത അച്ഛന്മാരില്ലാത്ത കുട്ടികളെ കൊണ്ടുവന്നത് തൊട്ടിലാക്കിയിട്ട് ആ കുട്ടികളെ ഇങ്ങനെ നമ്മുടെ കുട്ടികളിൽ നിന്നെടുത്ത് നടക്കട്ടെ. തൽക്കാലത്തേക്കെങ്കിലും 1 മണിക്കൂർ ഒരു ചേട്ടനായി, 1 മണിക്കൂർ ഒരു അനിയത്തിയായി, ജ്യേഷ്ഠത്തിയായി നമ്മുടെ കുട്ടികൾ ആ കുട്ടികളെടുത്ത് നടക്കട്ടെ. ഈ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യണം. ഇപ്പൊ രണ്ടത്താണി പോയാൽ പലയിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു കുട്ടി ഈ കുട്ടി അഡോപ്റ്റ് ചെയ്യട്ടെ. ആകെ കൊല്ലത്തിൽ വല്ല ഒരു 10,000 റുപ്യ ആയിരിക്കും ആ കുട്ടിയുടെ ചെലവ്. അത് നമ്മുടെ കുട്ടിയുടെ പേരിൽ കൊടുക്കുക നിങ്ങൾ. എന്നിട്ട് നമ്മളെ ഉപ്പനെ വിളിച്ചിട്ട് ചോദിക്കണം, ഉപ്പ ആ കുട്ടി വലുതായിട്ടപ്പോ 2 വയസ്സായേ, എന്റെ കുട്ടിയാണ് കേട്ടോ എന്ന് പറയണ 10,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന കാരുണ്യത്തിന്റെ കുട്ടിയായി നമ്മുടെ കുട്ടി മാറട്ടെ. ഏതെങ്കിലുമൊക്കെ വൃദ്ധസദനത്തിൽ പോയിട്ട് ഏതോ വൃദ്ധന്മാരെയും വൃദ്ധകളെയും കണ്ട് അവരെ അഡോപ്റ്റ് ചെയ്യുന്ന കുട്ടിയായി നമ്മുടെ കുട്ടി മാറട്ടെ. നമ്മൾ മാത്രം കൊടുത്താൽ പോരാ. ഇവിടെ പിരിവ് നടക്കുമ്പോൾ നമ്മുടെ കൈകളിലൂടെ മാത്രം കൊടുത്താൽ പോരാ. നമ്മുടെ കുട്ടികളും എന്തായിരിക്കണം? ഇതിന്റെ സന്ദേശവാഹകരായിരിക്കണം. മറ്റേ കുട്ടികൾ അവരുടെ ലോകത്തിലേക്ക് ഒതുങ്ങുകയാണ്, അവരുടെ ലോകത്തിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ അവരുടെ ലോകത്തിലേക്ക് ഒതുങ്ങാതിരിക്കണമെങ്കിൽ നമ്മുടെ കൂട്ടത്തിലേക്ക് കൂട്ടണം. അത് നിങ്ങൾ MGM-ന്റെ പേരിൽ കൂട്ടിയാലും വേണ്ടിയില്ല, ഫോക്കസിന്റെ പേരിൽ കൂട്ടിയാലും വേണ്ടിയില്ല, അതൊന്നും അല്ലാതെ കൂട്ടിയാലും കുഴപ്പമില്ല. കുട്ടികളെ എപ്പോഴും ഇമോഷണലി ബോണ്ടിങ്ങിലേക്ക് കൊണ്ടുപോകണം. വയസ്സന്മാരായ ആളുകളെ കാണിക്കാൻ കൊണ്ടുപോകണം. എപ്പോഴും കരുതലോടെ നമ്മളവിടെ കൂട്ടത്തിൽ ഉണ്ടാകണം. ഇനി ചോദ്യോത്തരത്തിന്റെ സമയമാണ്. സമയം കുറച്ച് വൈകിപ്പോയത്, ക്ഷമ ചോദിക്കുന്നത്. പെട്ടെന്ന് സമയം കഴിഞ്ഞൂലേ? അങ്ങനെ എനിക്ക് തോന്നിയോ? ഏതായാലും ക്ഷമിക്കണം. ചോദ്യോത്തരത്തിന്റെ സമയമാണ്. കൺക്ലൂഷന് മുമ്പേ ഞാൻ ആ ചോദ്യോത്തരത്തിന്റെ സമയം നിങ്ങൾക്ക് തരാൻ പ്ലീസ്. വേഗം ചോദിക്കാം. ആരും ചോദിക്കുന്നില്ല, ഞാനൊരു ചോദ്യം ചോദിക്കാൻ വിചാരിച്ചു. വളരെ എന്താ പറയുക, എല്ലാം ഇവിടെ ഇരിക്കുന്ന എനിക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്ന സാർ പറഞ്ഞ ഓരോരോ പോയിന്റുകളും ശരിക്കും ഉൾക്കൊള്ളുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ വീട്ടിൽ നിന്ന് പാരന്റ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മക്കളെ വളർത്തിക്കൊണ്ടുപോവാണ്. ഈ പറഞ്ഞ പോലെ ഗൈഡൻസ് ഒക്കെ അവർക്ക് കൊടുത്തുകൊണ്ട്, പക്ഷെ പുറത്ത് കുടുംബങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തു വലയങ്ങളിൽ നിന്നോ സൊസൈറ്റിയിൽ എവിടെയെങ്കിലും നിന്നോ ഈ നെഗറ്റിവിറ്റി അവർക്ക് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ, ഐ മീൻ ഈ ബോഡി ഷെയ്മിങ്ങോ മറ്റുള്ള കാര്യങ്ങൾ, അതുമൂലം കുട്ടികൾ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്ന ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് സാറിന് എങ്ങനെയാണ്? യെസ്, നമ്മൾ എപ്പോഴെപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് പ്രീ ഗ്യാങ് സ്റ്റേജ്, ഗ്യാങ് സ്റ്റേജ് എന്ന് പറഞ്ഞ 2 സ്റ്റേജ് ഉണ്ട്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രീ ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഗ്യാങ്ങിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സ്റ്റേജ്. ആ സമയത്തെ അവരെ മൗൾഡ് ചെയ്യണം നമ്മൾ. കോൺഫിഡൻസിലായാലും എന്തിലായാലും അവർക്ക് ഏതൊരു ഫ്രണ്ടിനെ കിട്ടിക്കഴിഞ്ഞാലും അതിൽ മെൽറ്റായി പോകാത്ത രീതി, പാലായി നിൽക്കാതെ വെണ്ണയായി നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി എന്താക്കണം നമ്മൾ കൊടുത്തിരിക്കണം. ഇനി ബോഡി ഷെയ്മിങ്ങോ മറ്റോ ഉണ്ടായാൽ പോലും അത് റെക്ടിഫൈ ചെയ്യുന്ന മാതാപിതാക്കളായി നമ്മൾ മാറണം. ഇപ്പം ഇവിടെയാണ് ലോകകപ്പ് നടന്നത്. ഞാൻ എടുത്ത് സൂചിപ്പിക്കാറുണ്ട്. ഈ ഖത്തറിൽ നിങ്ങൾ അന്നത്തെ വീഡിയോസ് എടുത്ത് നോക്കുക. അന്ന് ഞാൻ ഇവിടെ ഉണ്ട്. അന്ന് ആദ്യത്തെ ഗോൾ പറഞ്ഞപ്പോൾ ലയണൽ മെസ്സി ആകാശത്തേക്ക് ഇങ്ങനെ കൈ ചൂണ്ടി അന്നത്തെ വീഡിയോ എടുത്ത് നോക്കി, ഇങ്ങനെ വിരൽ ചൂണ്ടി.
അതിൻ്റെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ എന്നെ ഷോർട്ട് ലെഗർ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമായിരുന്നു, കുഞ്ഞിക്കാലൻ എന്ന്. അഥവാ എൻ്റെ ശരീരവും ചെറുതാണ്, കുഞ്ഞിക്കാലനുമാണ്, എനിക്കാണെങ്കിൽ അസുഖമായിരുന്നു എന്നറിയാലോ. ആ കാലത്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എൻ്റെ അമ്മൂമ്മ എന്നോട് പറയുമായിരുന്നു, എന്ത് മോനെ നീ കുഞ്ഞിക്കാലുകൾ. ഈ സങ്കടം പറയും ആരോട്? അമ്മൂമ്മനോട്. അമ്മൂമ്മ അപ്പം ഇങ്ങനെ കൈ ഇങ്ങനെ തലോടിയിട്ട് പറയും, ഈ കുഞ്ഞിക്കാല് കൊണ്ട് യു വിൽ മേക്ക് എ ലെജൻഡറി, നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്ന്. അപ്പോൾ ആ വാക്ക് കേട്ടിട്ട് ഈ കുട്ടികൾ വെറുതെ പറഞ്ഞതാണ്. കുഞ്ഞിക്കാരനാണ്, അസുഖമുള്ള ആളാണ്, പക്ഷെ വെറുതെ പറഞ്ഞത്. പക്ഷെ ആ വാക്കിനങ്ങണ്ട് ഏറ്റെടുത്തിട്ട് തന്നെ സ്നേഹതുല്യം കൊണ്ട് നടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട പിന്നെ അമ്മൂമ്മയുണ്ടല്ലോ, ആ അമ്മൂമ്മയിലൂടെ വളർന്നു വന്ന അവസാനം ഗോളങ്ങട്ട് പിറന്നപ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ, അന്നത്തെ ഗോൾ നിങ്ങൾക്ക് ഓർമ്മ, നിലത്തിലൂടെ പോയിട്ടുള്ള ഒരു ഗോളാണ്, ഉയർന്നു പോയ പന്തല്ല, ആൾക്കൂട്ടത്തിലൂടെ നുഴഞ്ഞു കയറിയ പന്താണ്. ആ സമയത്ത് പത്രക്കാരോട് അന്ന് മറുപടി പറഞ്ഞത് മൈ ഗ്രാൻഡ് മദർ ഈസ് ദെയർ എന്നാണ്. എൻ്റെ അമ്മൂമ്മയുണ്ട് അവിടെ, ആകാശലോകത്തിന്റെ അമ്മൂമ്മയുണ്ട് എന്ന് പറഞ്ഞ കളിക്കാരന്റെ പേര് കൂടിയാണ് ലയണൽ മെസ്സി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആര് ബോഡി ഷേമിങ് പറഞ്ഞാലും നമ്മൾ വീട്ടിൽ നിന്ന് കോൺഫിഡൻസ് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ആ കുട്ടി ഉയർന്നേ പോകും. അത് കുഞ്ഞിക്കാരൻ എന്ന് വിളിച്ചാലും ഇതൊരു വെറുതെ ഒരു കഥയൊന്നുമല്ല, സംഭവിച്ച കഥകളാണ്. ആര് പുറത്തുനിന്ന് എന്തുണ്ടായാലും എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് പിതാവാണെന്ന്, എൻ്റെ ഏറ്റവും വലിയ വഴികാട്ടി പിതാവാണെന്ന്. ആ പിതാവാകണമെങ്കിൽ എന്താകണം? ഉമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഉപ്പയെ ഇടിച്ച് തകർക്കാതിരിക്കണം, മോശപ്പെടുത്താതിരിക്കണം കുട്ടികളുടെ മുമ്പിൽ. എപ്പോഴും ഇങ്ങനെ രാജാവായി വായിച്ചുകൊണ്ട് നടന്നാലേ രാജാവ് പറയുന്നത് കേൾക്കുന്ന ഒരു മോനായിട്ട് ഈ മോന് മാറൂ. എപ്പോഴെങ്കിലും ഈ മാതാവ് ഈ പിതാവിനെ ഇങ്ങനെ അടിമയാക്കി കൊണ്ട് നടന്ന അടിമയുടെ അടിമയായി മാറിയാൽ ആ സാധുവും അടിമയാകുന്നു, ഇയാളും അടിമയാകുന്നു. രാജാവാക്കി രാജാവിന്റെ രാജ്ഞിയായി വാഴുമ്പോ ആ രാജാവാണ് എന്നുള്ള മട്ടിൽ അവനൊന്ന് ഇങ്ങനെ കൈ പിടിക്കുമ്പോഴേക്ക് മക്കൾക്ക് ഒരു കോൺഫിഡൻസ് ആണ്. അങ്ങനെ പിതാവിനെ അത്രയും ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മാതാവ് സ്നേഹതുല്യമാണെന്നും അവളെ കരയിപ്പിക്കരുതേ, അവളൊരു പാവമാണെന്ന് പഠിപ്പിച്ചിട്ട് ഈ ഉമ്മയെ ആദരിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ മക്കളെ പഠിപ്പിച്ചാൽ ഏത് സ്ഥലത്ത് പോയാലും എന്താകൂല, ഇവർ പ്രശ്നത്തിലേക്ക് പോകൂല. പിന്നെ ഞാനൊരു കാര്യം പറയാൻ, കുട്ടിക്കാലം മുതലേ വളർന്നു വരുമ്പോ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ തൗഹീദും സുന്നത്തും കാതു സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിൽ ഇവരുണ്ടാകുന്നത് നല്ലതാണ്. എനിക്കൊന്നും ഞാൻ എന്നെ ന്യായീകരിക്കല്ല, കളിക്കാൻ നേരം കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 വയസ്സ് SLC കഴിഞ്ഞ് 16 വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് പോകുമ്പോൾ സമദാനി സാഹിബിന്റെ ക്ലാസ്സിന് പോക്ക് തുടങ്ങി. 7 കൊല്ലം പിന്നെ അവിടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രബോധന പ്രവർത്തനം, അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും നമുക്ക് കളിക്കാൻ നേരം കിട്ടിയെന്ന് വെച്ചാൽ സാധനം കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിലൂടെ ഇങ്ങനെ പോയാൽ കളിയും ചിരിയും, നമുക്ക് ഫുട്ബോളും വോളിബോളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എപ്പോഴും ഒരു കാര്യമാത്ര പ്രസക്തമായ ഒരു ചിന്തയുണ്ടാകും. അതിനാണ് കുട്ടികളെ ഓർഗനൈസേഷനിലേക്ക് വലിച്ചു ചേർക്കേണ്ടത്. കാരണം ഏറ്റവും ക്രിയാത്മകമായി അവർക്ക് പോകാൻ സാധിക്കും. അപ്പൊ പുറത്തുനിന്നും അത്രമാത്രം എന്താകില്ല, എഫക്റ്റ് ആകില്ല. പിന്നെ അവരുടെ ഫ്രണ്ട് സർക്കിൾ ഏതാണെന്ന് അതിലേക്ക് ഞാൻ പോയിട്ടില്ല. ഫ്രണ്ട് സർക്കിൾ ഏതാണെന്ന് നമ്മൾ റീഡ് ചെയ്യണം. ആ ഫ്രണ്ട്സിനെ ഇടയ്ക്കൊക്കെ നമ്മൾ വീട്ടിലേക്ക് വിളിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. അതിലേതെങ്കിലും നെഗറ്റീവുള്ള കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ പോലും മാറ്റേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കാണ്. അത് നമ്മുടെ പ്രബോധകനായി മാറുമ്പോണ്ടാകുന്ന ഒന്നാണ്. നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട് സർക്കിളിനെ പോലും മാറ്റാനുള്ള പ്രാപ്തിയുള്ള ഒരു പിതാവായി നമ്മൾ മാറുമ്പോൾ, സ്നേഹിക്കാനും അവർക്ക് തലോടാനുമുള്ള കഴിവായി ഒരു മദർ മാറുമ്പോൾ ആ കുട്ടി എന്താകും, നല്ലൊരു സർക്കിളിലേക്ക് പോകും. അപ്പൊ പിന്നെ എന്താകില്ല, ഈ നെഗറ്റീവിലേക്ക് അവർ പോകാൻ സാധ്യത വളരെ കുറവാണ്. ഒരു 2 മിനിറ്റോടെ അവസാനിപ്പിക്കാം. എല്ലാവരും നേരെ ഇരുന്നാട്ടെ. കാലൊക്കെ നല്ലപോലെ വെച്ചിരുന്നു. കാലൊന്നും കേട്ടിട്ടല്ല, നേതാക്കന്മാർക്ക് വേണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഓക്കെ, കൈ രണ്ടും കാലിൻ്റെ തുടയിൽ വെച്ചാട്ടെ. എന്നിട്ടൊന്ന് കണ്ണടച്ച് അതിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ വിട്ടു. അപ്പോൾ വേറെ ഒന്നും ഇപ്പം ശ്രദ്ധിക്കരുതേ. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടേ, നന്നായിട്ട് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടോ. ദീർഘശ്വാസം. ഇൻഹേൽ ആൻഡ് ഔട്ട്, ഇൻഹേൽ ആൻഡ് ഔട്ട്, ഇൻഹേൽ ആൻഡ് ഔട്ട്. ഞാൻ പറഞ്ഞിട്ടേ ഇനി കണ്ണ് തുറക്കാവൂ. ഇൻഹേൽ ആൻഡ് ഔട്ട്. ഇനി സാധാരണ രീതിയിൽ ശ്വാസം വിട്ടോ. ആ ഇരുട്ടിലേക്ക് തന്നെ നോക്ക്. ബോണ്ടിങ് ആണെന്ന് നമ്മുടെ വിഷയം. ആദ്യം സൈക്കോതെറാപ്പിസ്റ്റാണ് വന്ന് ക്ലാസ് എടുത്തത്, നമ്മളൊരു സൈക്കോളജിസ്റ്റുമാണ്. അതുകൊണ്ടൊരു ചെറിയ തെറാപ്പി നമുക്ക് നോക്കാം. നിങ്ങൾ ആ ഇരുട്ടിലേക്ക് തന്നെ നോക്കുക. ആ ഇരുട്ടിലേക്ക് തന്നെ നോക്കി നിങ്ങളുടെ വീടിൻ്റെ റൂമൊന്ന് കാണുക.
വീടിൻ്റെ റൂമൊന്ന് കാണുക. ആ റൂമിൽ നിങ്ങൾ, ഹസ്ബൻഡ്, മക്കൾ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന രംഗമൊന്ന് കണ്ടു നോക്ക്. വളരെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് നേരത്തെ പറഞ്ഞ കാരുണ്യവും സ്നേഹവും റെസ്പെക്റ്റും 3 ഭാഗങ്ങളാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മവദ്ദത്ത്, റഹ്മത്ത്, ഇഹ്തിറാം. പാരസ്പര്യത്തിൻ്റെ സ്നേഹവും അങ്ങേയറ്റത്തെ കാരുണ്യവും അതോടൊപ്പം റെസ്പെക്റ്റും. ഇത് 3 കൂടി കലർന്നിട്ടുള്ള ആ കുടുംബ സംവിധാനം ഒന്ന് കണ്ടു നോക്കിയേ. മക്കൾക്ക് നിങ്ങളോട് സ്നേഹം, റെസ്പെക്റ്റ്. തിരിച്ച് നിങ്ങൾക്ക് മക്കളോടും റെസ്പെക്റ്റ്. തിരിച്ച് മക്കൾക്കുണ്ട് ഒരു റെസ്പെക്റ്റ്. അവരും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവരുടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയരുത്, അവരെ ഒറ്റപ്പെടുത്തരുത്, അവരെ എപ്പോഴും അവരുടെ പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ കാണണം. ഇതൊക്കെ പാലിക്കുന്ന കുടുംബമായിട്ട് കണ്ടു നോക്കിയാട്ടെ. ഇനി ആ രംഗം അങ്ങനെ മാഞ്ഞു പോയി. മെല്ലെ മാഞ്ഞു പോയിട്ട് ആ റൂം വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഏകാന്തമായി കിടക്കുന്ന രംഗം ഒന്ന് കണ്ടു നോക്കിയാട്ടെ. നിങ്ങളില്ല, ഭാര്യയില്ല, മക്കളില്ല, ശൂന്യമായൊരവസ്ഥ കണ്ടു നോക്കി. ശൂന്യമായ അവസ്ഥ. നിങ്ങൾ ആ റൂമൊന്ന് കാണാൻ നന്നായിട്ട് ശ്രമിക്കുക. ശൂന്യമായ റൂം, സ്നേഹമില്ലാത്ത, കാരുണ്യമില്ലാത്ത, റെസ്പെക്റ്റ് ഇല്ലാത്ത അവസ്ഥ ഈ ശൂന്യത പോലെയാണ്. നിങ്ങളുടെ സ്പൗസും, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, അങ്ങേയറ്റത്തെ സ്നേഹവും കാരുണ്യവും റെസ്പെക്റ്റും കൊണ്ട് നടന്നാൽ എത്ര സുന്ദരാകുന്നാണ് ആദ്യം കണ്ടത്. ഇല്ല എങ്കിലുള്ള ശൂന്യതയാണ് രണ്ടാമത് കണ്ടത്. ഇനി 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നു. കണ്ണാരും തുറക്കരുത്. ആ റൂമിൽ എല്ലാ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരെ കാണുക, ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരെ കാണുക. അവനവൻ്റെ ഭാര്യയെ കാണുക ഓരോരുത്തരും, അവനവൻ്റെ ഭർത്താവിനെ കാണുക ഓരോരുത്തരും. ഞാൻ പറയാതെ കണ്ണ് തുറക്കരുത്. മരിച്ചു കിടക്കുന്ന രംഗമൊന്ന് കണ്ടു നോക്കുക. മരിച്ചു കിടക്കുന്ന രംഗം. നിങ്ങൾ ആ മയ്യത്തിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന രംഗം ഒന്ന് കണ്ടു നോക്ക്. നിങ്ങളെ മക്കൾ കരയുന്ന രംഗം ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾ പോയി അവസാനത്തെ ചുംബനം ചുംബിക്കുന്ന രംഗം ഒന്ന് കണ്ടു നോക്ക്. ദ ലാസ്റ്റ് കിസ്സിങ്. ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത രീതിയിലുള്ള ആ കിടത്തം പോവാൻ പോവാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തിലേക്ക് പോകാൻ പോവാണ്. മയ്യത്തെടുക്കുന്നു, ആൾക്കൂട്ടം അതിനെ കൊണ്ടുപോകുന്നു. നിങ്ങളുടെ മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മയ്യത്ത് നമ്മുടെ വീടിൻ്റെ ആ റൂമിൻ്റെ ആ ഒരു വാതിൽ കടന്ന് പുറത്തേക്ക് ഇങ്ങനെ പോകുന്ന രംഗമൊന്ന് കണ്ടു നോക്കിയേ. ഇതുവരെ ജീവിച്ച ജീവിതം, ഒരുപാട് സ്നേഹിക്കാമായിരുന്നു എന്ന് തോന്നുന്ന രംഗം, ഒരുപാട് ബഹുമാനിക്കാമായിരുന്നു എന്ന് തോന്നുന്ന രംഗം, ഒരുപാട് കാരുണ്യം കാണിക്കാമായിരുന്നു എന്ന് തോന്നുന്ന രംഗം, റെസ്പെക്റ്റോടെ ജീവിക്കാമായിരുന്നു എന്ന് തോന്നുന്ന രംഗം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. 1 മിനിറ്റ് ഒന്ന് സ്ട്രോങ്ങിൽ കണ്ടു നോക്കിയാട്ടെ. മയ്യത്ത് പോകുന്നതും ആൾക്കൂട്ടാ കൊണ്ടുപോകുന്നതും ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ആ പോക്ക് അവർ പോകുന്നു. നിങ്ങളുടെ മക്കൾ നിന്ന് വിതുമ്പുന്നതും നിങ്ങൾ നിന്ന് കരയുന്ന രംഗം ഒന്ന് കണ്ടു നോക്കിയാട്ടെ. സ്ട്രോങ് ആയിട്ട് കാണും. ഞാൻ 1 മിനിറ്റ് നേരത്തേക്ക് ഞാനൊന്നും സംസാരിക്കണില്ല. ആ രംഗങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് കാണും. അവസാനത്തെ ആ യാത്ര ഒന്ന് കാണും. You can take your own time. You can take your own time. കൂടുതൽ സ്നേഹത്തോടെ, കൂടുതൽ ബഹുമാനത്തോടെ, കൂടുതൽ കാരുണ്യത്തോടെ എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞതെല്ലാം നടപ്പിലാക്കുമെന്ന്. 5 കാര്യങ്ങളാണ് കാര്യമായി നടപ്പിലാക്കേണ്ടത്. അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ മെല്ലെ കണ്ണു തുറക്കാം. 1, പ്രബോധനത്തിൻ്റെ അവസ്ഥകൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കണം.
എല്ലാവരും നമ്മളും നമ്മുടെ മക്കളും ദാഴികളായി വളരണം. രണ്ടാമത്തത് ഇബാദത്തിൻ്റെ കർമ്മത്തിൻ്റെ അവസ്ഥകൾ നമ്മുടെ വീട്ടിലുണ്ടാകണം. മൂന്നാമത്തത് നമ്മുടെ വീട്ടിൽ പാരസ്പര്യത്തിൻ്റെ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതിൻ്റെ, റെസ്പെക്റ്റിൻ്റെ ഒരവസ്ഥയുണ്ടാകണം. നാലാമത്തത് നമ്മുടെ വീട്ടിൽ തഅലീമിൻ്റെ, ഖുർആൻ ഹദീസുകൾ പഠിക്കലിൻ്റെ ഒരു മാഹൗൽ ഉണ്ടാകണം. അഞ്ചാമത്തത് നമ്മുടെ വീട്ടിൽ പരസ്പരം സാദഗി ജിന്ദഗി അഥവാ ലളിതമായ ജീവിതത്തിൻ്റെ ഒരു ലോകമുണ്ടാകണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിപ്പിക്കാതെ, ഡോക്ടറാക്കിയേ തീരൂ എന്ന വാശിയില്ലാതെ, എഞ്ചിനാക്കിയേ തീരൂ എന്ന വാശിയില്ലാതെ, കലക്ടറാക്കിയേ തീരൂ എന്ന വാശിയില്ലാതെ നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച്, തൻ്റെ ഭാര്യയെ നെഞ്ചോട് ചേർത്ത്, ഭർത്താവിനെ നെഞ്ചോട് ചേർത്ത് സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ജൈത്രയാത്രയാക്കി നമ്മൾ മാറ്റണം. നമ്മൾ ഈ ഒരു ചെറിയ കണ്ണ് അടക്കലിൽ നിന്ന് ഉണരുമ്പോൾ നമ്മുടെ വീട് ദഅവത്തിൻ്റെ, ഇബാദത്തിൻ്റെ, തഅലീമിൻ്റെ, ലളിതമായ ജീവിതത്തിൻ്റെ, സുന്നത്തായ ജീവിതത്തിൻ്റെ, അതോടൊപ്പം ഇൻ്റലക്ച്വലായ ജീവിതത്തിൻ്റെ, നമ്മുടെ മക്കളെ അവരുടേതായ ലോകത്തിലേക്ക് വിട്ട് അവിടെ മാസ്റ്റേഴ്സ് ആക്കുന്ന ലോകത്തിൻ്റെ, എത്ര ഉയർന്നു പോയാലും ജീനിയസായി മാറിയാലും സിമ്പിളായി ജീവിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ മനോഹരമായ കാഴ്ചപ്പാടിൽ ആദ്യം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്, ഒന്നുമായില്ലെങ്കിലും ഏറ്റവും വലിയ പൊസിഷനിലേക്ക് നമ്മുടെ കുട്ടികളും വളരണം. അത് ദഅവത്താണ്. ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറ വലം യജിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ. ആ ഒരവസ്ഥയിൽ ദഅവത്തിൻ്റെ, പ്രബോധനത്തിൻ്റെ ലോകത്തേക്ക് നമ്മൾ മെല്ലെ ഉയരുകയാണ്. മെല്ലെ കണ്ണുകൾ തുറക്കുക, മെല്ലെ കണ്ണുകൾ തുറക്കുക, മെല്ലെ കണ്ണുകൾ തുറക്കുക. ഇപ്പോൾ പോയി എംബ്രേസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നതുകൊണ്ട് തൽക്കാലം നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. എന്നിട്ട് ഒന്ന് എഴുന്നേറ്റോളെ. അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊന്ന് എംബ്രേസ് ചെയ്താട്ടെ. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് എംബ്രേസാണ്. ഒന്ന് ആലിംഗനം ചെയ്താട്ടെ. സത്യത്തിൽ ഇത് ചെയ്യേണ്ടത് ക്യാമ്പ് പോലെ ഭാര്യാഭർത്താക്കന്മാരാണ്. പക്ഷേ ഇത് പറ്റിയൊരു സാഹചര്യമല്ലാത്തത് കൊണ്ട് പാരസ്പര്യത്തിൻ്റെ ലോകത്തിലൂടെ ഇത് നമ്മൾ പോവുക തന്നെ ചെയ്യും. സ്നേഹത്തിൻ്റെ ലോകത്തിലൂടെ പോകും. അതിന് നിമിത്തമായിട്ടുള്ള ഈ ഒരു സംഘടനയോടൊപ്പം എന്നും നമ്മളുണ്ടാകും. അതിമനോഹരമായി ഇനിയും ഇത് മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ പറയുന്ന MGM അതിശക്തമായി മുന്നോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.